മിന്നൽ മുരളിയിൽ CNHന്റെ ബാഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ഉണ്ട്. അത് ഇങ്ങനെ ഇങ്ങനെ മിന്നൽ ഷേപ്പിലാണ്. ബാഡ് ബോയ്. ഇപ്പോൾ ടോവിനോ പറഞ്ഞ ആ ഒരു പെർഫ്യൂം കരോലിന ഹെററയുടെ ബാഡ് ബോയ് എന്ന സീരീസിലുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂം ആവാം. ആ ഒരു സീരീസിലേക്ക് 2022 റിലീസ് ചെയ്യപ്പെട്ട പെർഫ്യൂമാണ് ബാഡ് ബോയ് എക്സ്ട്രീം. നമ്മളിന്ന് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സോഫി ഫ്രാഗ്രൻസ്. ഹായ്, ഐ എം സുഫിയാൻ. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിലുടക്കുന്ന ആദ്യത്തെ കാര്യമാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ. ഒരു ഇടിമിന്നലൊക്കെ പോലെയാണ് ഈ ഒരു ബോട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു 150 ml ബോട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ 100 ml ബോട്ടിലുള്ള പോലെ ഫ്രണ്ടിലല്ല ആറ്റമൈസർ ഇരിക്കുന്നത്, ഒരു ക്യാപ്പാണ് വരുന്നത് ഇതിൽ. അപ്പോൾ നൈസായിട്ടുള്ള ഒരു ആറ്റമൈസറാണ്, അടിപൊളിയായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഇതിൽ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് താഴെ വീണപ്പോൾ. പിന്നെ ഇതിൻ്റെ താഴെ അതായത് ബാച്ച് കോഡ് കാര്യങ്ങൾ എല്ലാം തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇനി സെൻ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഒരു വാം സ്പൈസി അറോമാറ്റിക് സ്ലൈറ്റ്ലി റെസിനസ് വുഡി ആംബറി സെൻ വിത്ത് ചോക്ലേറ്റി കക്കാവോ ഫീൽ. ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കിഡിലോണ്. കാരണം നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്പ്രേ ചെയ്ത് ഉടനെ നമുക്ക് ഈ ഒരു പെർഫ്യൂമിന് കിട്ടാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റോസ്റ്റഡ് നട്ട്സിൻ്റെയൊക്കെ സ്മെല്ലാണ്. നമ്മൾ റോസ്റ്റഡ് നട്ട്സ് ഒക്കെ ഇങ്ങനെ ചോക്ലേറ്റിൽ നിന്ന് റാപ്പ് ചെയ്ത് വരാറില്ല, ഒരു ഫെറോ റോഷർ എന്നൊക്കെ പറയും പോലെ ആ ഒരു ടൈപ്പുള്ള ഒരു നട്ടി ചോക്ലേറ്റി വൈബ് ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂം നമുക്ക് കിട്ടുക. സ്റ്റാർട്ടിങ് തന്നെ നല്ല കിട്ടിലൻ ഓപ്പണിംഗ് ആണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ. ചെറുതായിട്ടൊരു ഫ്രഷ്നെസ്സും നമുക്ക് ടോപ്പിന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ആ ഒരു റോസ്റ്റഡ് നട്ടി ഫീൽ ഈ പെർഫ്യൂമിന്ന് പതിയെ അപ്രത്യക്ഷമായി തുടങ്ങും. അത്ര തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് ഒരു ലെമണി, ഒരു ഹെർബൽ ഫീലൊക്കെ ഈ ഒരു പെർഫ്യൂം തരുന്നുണ്ട്. പക്ഷെ അത് അത്ര പ്രൊമിനൻ്റ് അല്ല. നമ്മളിങ്ങനെ അടുത്ത് വെച്ചൊക്കെ മണപ്പിച്ച് കഴിഞ്ഞാലേ അത് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഓരോ സമയം ഇങ്ങനെ മണത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു ടച്ച് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ ചുറ്റിലുള്ള എയറിൽ ആ ഒരു സെൻ്റൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും അതിലേക്ക് ടോങ്ക ബീൻ കൊടുക്കുന്ന ആ ഒരു ചെറിയ വാം സ്വീറ്റ്നെസ് കയറി വരും. നമ്മൾ ഈ അടുത്തായിട്ട് ഇറങ്ങിയ പല പെർഫ്യൂംസിലും ടോങ്ക ബീൻ്റെ ആ ഒരു സ്വീറ്റ് ഫീൽ നല്ലപോലെ നോട്ടീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ JPGയുടെ ലമാൽ എലിക്സർ അല്ലെങ്കിൽ അർമാനി കോഡ് പാർഫം, ആ ഒരു പെർഫ്യൂമിലൊക്കെ തന്നെ ടോങ്ക ബീൻ്റെ പ്രസൻസ് നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലും ആ ഒരു ഒരു വാം സ്ലൈറ്റ് സ്വീറ്റ് ആയിട്ടുള്ള സെൻറ്റ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അതിലേക്ക് പിന്നെ ചെറുതായിട്ടൊരു ഇൻസെൻസിൻ്റെ ഒരു സ്മോക്കി ടച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ലാബ്ദനം ഒപ്പൊപ്പനാക്സ് എന്ന നോട്ട്സോ കൊടുക്കുന്ന ഒരു വാം ബാൽസമിക് സ്വീറ്റ്നെസ് ഉണ്ട്. ബാൽസമിക് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട്. ബാൽസമിക് എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ് വാം സ്വീറ്റ് ഫീലാണ്. ഭയങ്കര എക്സ്ട്രീംലി സ്വീറ്റ് അല്ല. നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഇമേജ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്ന തരത്തിലുള്ളൊരു സ്വീറ്റ്നെസ് എന്തായിരിക്കും, ആ ഒരു ടൈപ്പ് സ്വീറ്റ്നെസ് ആണ് ഈ ഒരു പെർഫ്യൂമിലുള്ളത്. പിന്നെ അരോമാറ്റിക് നോട്ട്സ് ആയിട്ടുള്ള സേജിൻ്റെ ഒക്കെ ഫീൽ ഈ പെർഫ്യൂമിലുണ്ട്. പിന്നെ നിങ്ങൾ കുറേ സമയം കഴിഞ്ഞ് സ്കിന്നിൽ സ്പ്രേ ചെയ്തെടുത്ത് മണപ്പിച്ച് നോക്കുകയാണെങ്കിൽ വെറ്റിവറിൻ്റെ സ്മെല്ലും നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്ലമ്മിൻ്റെ നോട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു സപ്പോർട്ടിങ് ആക്ട് എന്ന നിലയ്ക്കാണ്. നിങ്ങൾക്ക് അങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു നോട്ടൊന്നും ആയിരിക്കില്ല. ആ ഒരു പ്ലമ്മിൻ്റെ ഫ്രൂട്ടിനെസ് ഒന്നും അങ്ങനെ ഇന്ന് കിട്ടുന്നൊന്നുമില്ല. ഇതിൽ മെയിനായിട്ടും ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു റോസ്റ്റഡ് നട്ടി ചോക്ലേറ്റി ഫീൽ കിട്ടും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിലേക്ക് ഈ ടോങ്ക ബീൻ പിന്നെ റെസിനസ് സ്വീറ്റ്നെസ് ഒക്കെയാണ് നമുക്ക് മെയിനായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു കക്കാവോ ഫീൽ ബാക്കിയുള്ള ബാഡ് ബോയ് പെർഫ്യൂംസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര തന്നെ സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. മറ്റതിലൊക്കെ ബാക്കിയുള്ള ബാഡ് ബോയ് ഒറിജിനലാണെങ്കിൽ അതിലൊക്കെ തിരികൂടെ ഒരു അരോമാറ്റിക് നോട്ട്സ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കക്കാവോ ഫീൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇതിലെല്ലാം ഭയങ്കര ബാലൻസ്ഡ് ആണ്. ഒക്കെ അങ്ങനെ പൊടിക്ക് കറക്റ്റായിട്ട് ഇട്ടതാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ബാക്കിയുള്ള റിവ്യൂസൊക്കെ ഈ ഒരു പെർഫ്യൂം നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒന്നാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ഒരു പെർഫ്യൂം മേടിച്ചത് പാർക്കോസ് എന്നാണ്. പാർക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലുലു ഫാഷൻ സ്റ്റോറിലൊക്കെ അവരുടെ സ്റ്റോളുകളാണുള്ളത് പെർഫ്യൂമിന്. അപ്പോൾ അവർ ലാസ്റ്റ് ഒരു 2-3 മാസമായിട്ട് നല്ല സെയിലുണ്ടായിരുന്നു. പാക്കോ റബാൻ്റെ പെർഫ്യൂംസും പിന്നെ കരോലിന ഹെററയുടെ പെർഫ്യൂംസൊക്കെ തന്നെ 50% ഒക്കെ ഓഫിൽ അവർ വിറ്റഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ഡിസ്ട്രിബ്യൂട്ടറെ ചേഞ്ച് ആവുക അങ്ങനെ എന്തോന്ന് ചെയ്തു. അപ്പോൾ സ്റ്റോക്കുകളെല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു പരിപാടിയിലായിരുന്നു. JPG എല്ലാ പെർഫ്യൂംസിനും തന്നെ നല്ല ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് ഏകദേശം 50% എന്തോ ഓഫിലാണ്. ഇതിൻ്റെ ഇത് 150 ml ആണ്. എനിക്ക് ഏകദേശം 6000 രൂപയുടെ റേഞ്ചിൽ എന്തോ ആണ് പേ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, അവർ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുമ്പോൾ ചിലപ്പം നല്ല ബാച്ചുകൾ തന്നെയാണോ എന്ന് അറിയാത്തതാണ്. എനിക്കിത് സ്കിന്നിൽ ഒരു 4 to 5 hours വരെയാണ് ലാസ്റ്റ് ചെയ്യുന്നത്.
ക്ലോത്ത്സിലൊരു 6+ hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രസൻസ് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആദ്യത്തെ ഒരു 1 to 2 hours ഇടയിലാണ് പ്രൊജക്ഷൻ വരുന്നത്. അതും ഒരു 8 to 10 sprays ഒക്കെ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള പ്രൊജക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ 1 to 2 hours ഇടയിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഈ ഒരു പെർഫ്യൂം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ 100 ml റീറ്റെയിലായിട്ട് മേടിച്ച പെർഫ്യൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന പെർഫോമൻസ് ഒക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ബീസ്റ്റ് മോഡ് പെർഫോമർ ഒന്നുമല്ല, ഒരു ആവറേജ് പെർഫോം ചെയ്യുന്ന പെർഫ്യൂമാണ്. നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലും രാത്രികളിലും, പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തണുപ്പാണല്ലോ പൊതുവെ, അപ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ 6000 രൂപയുടെ താഴെ ഈ ഒരു 150 ml ഒതൻറ്റിക് ആയിട്ടുള്ളൊരു സോഴ്സിൽ നിന്ന് വാങ്ങാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇനി ഇതിൻ്റെ യൂസേജ് നോക്കുകയാണെങ്കിൽ ഒരു 20 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് വൈകുന്നേരങ്ങളും രാത്രികളിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഡേറ്റിന് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിട്ടില്ലാനൊരു പെർഫ്യൂമാണ്. കാഷ്വലായിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്താൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബോൾഡ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്ക് ധരിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. നിങ്ങൾ പോകുന്ന സ്ഥലത്തുള്ള റൂമൊന്നും ഫില്ല് ചെയ്യുന്ന തരത്തിലല്ല ഇത് പ്രൊജക്റ്റ് ചെയ്യുക. എന്നിരുന്നാലും ഇത് സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രോങ് ആണ്. സെൻറ്റിന് അത്യാവശ്യം ഡെപ്ത് ഉണ്ട്, ഒരു തിക്നെസ് ഉണ്ട്. പക്ഷേ അത്ര തന്നെ പവർഫുള്ളായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഫോർമൽ സെറ്റിങ്ങിലും ഈ ഒരു പെർഫ്യൂം വെയർ ചെയ്യാൻ പറ്റും. ഇപ്പോഴും പാർക്കോസിൽ ഈ ഒരു ബാഡ് ബോയ് സീരീസിലെ പല പെർഫ്യൂംസിനും 50% ഒക്കെ ഓഫ് കിടക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പോയിട്ട് അവിടെ നിന്ന് ഒതൻറ്റിക് ആയിട്ടുള്ള പെർഫ്യൂംസ് അത്രയും നല്ല ഓഫിൽ മേടിക്കാൻ പറ്റും. ഈ ഒരു പെർഫ്യൂമൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഷോപ്പേഴ്സ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലോ ഒക്കെ പോയി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം മേടിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.